ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതേപോലത്തെ പിക്ചേഴ്സ് ഇങ്ങനെ ഡോളാക്കുന്ന ടൈപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുക. എന്നിട്ട് അതിൽ ഗൂഗിൾ ജെമിനിനെ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സംഭവം കിട്ടും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു സംഭവം ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അതിൽ ഇതേപോലെ ഈ ആസ്കിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കിയിട്ട് ബനാന ക്രിയേറ്റ് ഇമേജസ് എന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ പുറത്ത് ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് അപ്ലോഡ് ഫയൽസ് ഞെക്കി കഴിഞ്ഞിട്ട് അതിൽ നമ്മളിട്ട് ഗാലറിയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞെക്കിയിട്ട് മെൽറ്റ് ആൽബംസ് ഞെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പിക്ചർ സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം പക്ഷെ ഞാനിവിടെ എഴുതി കൊടുക്കുന്നത് ഇപ്പോൾ എഴുതി കൊടുക്കുന്നത് ഇതേപോലെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനി ഈ നെയിമിൻ്റെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൽ എന്ത് എഴുതാനാണ് താല്പര്യം, നിങ്ങൾക്ക് എന്ത് എഴുതണോ അത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വ്ലോഗ് എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വ്ലോഗ് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഫോട്ടോ ക്രിയേറ്റ് ആയി കിട്ടും കേട്ടോ. ചിലപ്പോൾ ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ഒരാളായിട്ടുള്ളതോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രണ്ടാളായിട്ടുള്ളൊരു ഫോട്ടോയാണ് എടുത്തേക്കുന്നത്. വരുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. എന്തായാലും അടിയിൽ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ എൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്. പക്ഷേ ഇത് എക്സാക്റ്റ് കറക്റ്റ് ഫേസ് കട്ട് വരില്ല കേട്ടോ. ഇതിലിപ്പോൾ പിക്ചർ പോലെ വന്നുള്ള, പിന്നെ കൂടെ ഉണ്ടായതിനെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് സേവ് ആണെങ്കിൽ സേവ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് ഇനിയിപ്പോൾ ഈ പിക്ചറിൽ തന്നെ നമുക്ക് വേറെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ഞെക്കുക. ഇതിന്ന് അപ്ലോഡ് ഞെക്കിയ ശേഷം വേറൊരു പിക്ചർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഇമേജസ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എഴുതിയ സെയിം സംഭവം പേസ്റ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് പേര് നിങ്ങൾക്ക് എന്ത് പേര് എഴുതണോ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അച്ചു എന്നാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് അയച്ചു കൊടുത്തതിന് കിട്ടിക്കോളൂ കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ ഗൈസ് അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇപ്പം എന്തേലും കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കും പെർഫെക്ഷനിൽ കിട്ടൂല. ഇതിലിപ്പോൾ ഫേസ് തന്നെ വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ തവണയും ഇങ്ങനെയല്ല, നല്ല റിസൾട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോക്ക് ലൈക്കും ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് നോക്കണം.